ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ റെസിപ്പി ചിക്കനും വെജീസും കൂടിയിട്ടുള്ളൊരു റോളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് കേട്ടോ. ഇനി അതിലേക്ക് തൈര് 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഓക്കെ, നമുക്ക് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഫ്രൈ ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടൊന്നത് വേവിച്ചെടുക്കണം. എന്നിട്ട് മറിച്ചിട്ട ശേഷം ഇത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ക്ലോസ് ചെയ്യണ്ട, അങ്ങനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫില്ലിങ് വെക്കാനായിട്ടുള്ള ബേസ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദപ്പൊടി, 1/2 കപ്പ് കോൺഫ്ലവറും, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ക്രിസ്പി ആവാനാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ റെഡിയാക്കി എടുക്കുക. അപ്പോൾ നല്ല തിന്നായിട്ട് വേണം ഇതുണ്ടാക്കാനായിട്ട്. നല്ല തിന്നായാലേ ശരിയായി വരുള്ളൂ. അപ്പോൾ നല്ല തിന്നായിട്ട് ദോശ പോലെ ആക്കാം. അപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. മറിച്ചിടേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് റെഡി ആയിട്ടുണ്ട്. അതുപോലെ എല്ലാം അങ്ങനെ ചുട്ടെടുക്കുക. അപ്പോൾ അത് റെഡിയായി. ഇനി നമുക്കിതിലേക്കുള്ള ഫില്ലിംഗ് റെഡിയാക്കണം. അതിന് 1 കപ്പ് ക്യാരറ്റ്, 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് കുക്കുംബർ, 1 കപ്പ് ക്യാപ്സിക്കം, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്താണ്, അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്കിത് റോള് റെഡിയാക്കാം. അപ്പോൾ ഇതാ നല്ല തിന്നായിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ സൈഡിലൊക്കെ മൈദപ്പൊടി ഉണ്ടാക്കുന്ന പശ ഒട്ടിച്ചു കൊടുക്കുക, തേച്ച് കൊടുക്കുകയാണ്. അതുപോലെ റോൾ ചെയ്തെടുക്കുക. പുറത്തേക്ക് ഫില്ലിംഗ് ഒന്നും വരാത്ത രീതിയിൽ നല്ലപോലെ റോൾ ചെയ്യുക. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. ഇതൊന്നൊരു ഗോൾഡൻ യെല്ലോ കളറാവണ വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു കളറാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. എന്നിട്ട് നമുക്കിത് കോരി വെക്കാം. ഇതപ്പോൾ നമ്മളെ റോള് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.